അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ കഴിയും വിധം ജീവിതത്തെ, രഹസ്യ പരസ്യ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനായ ഓരോ മനുഷ്യൻ്റെയും വലിയ ആഗ്രഹമാണ് ഈമാനോടുകൂടി മരിക്കണം, നരകമുക്തനായി മരിക്കണം, സ്വർഗപ്രവേശനം സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് മരിക്കണം. അള്ളാഹു അതിന് നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗസ്ഥരായി മരിക്കാനും ഈമാനോടുകൂടി മരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസുന്ന. അള്ളാഹുവെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതായത് നബി പഠിപ്പിച്ച നബിചര്യകളും ഒത്ത് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹുവെ നീ എനിക്ക് തൗഫീഖ് ചെയ്യണം. അമിത്തിനി മാൽ ഈമാനി വത്തൗബ. ഈമാനോടുകൂടി മരിക്കാൻ, തിന്മകൾ വന്നു പോകുമ്പോൾ തൗബ ചെയ്തും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവെ നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സ്വർഗത്തിലേറാനുള്ള വഴി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കലാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളിലും സ്വർഗത്തിലെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മാറോട് ചേർത്ത് നബിയെ സ്നേഹിക്കുക. എന്നാൽ നമുക്ക് നബിയോടൊപ്പം സ്വർഗത്തിലെത്താം, സഹാബത്തിനോടൊപ്പം സ്വർഗത്തിലേറാം, മുൻഗാമികളായ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താം, ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താം. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ ആ വിഷയം നമ്മെ ബോധ്യപ്പെടുത്ത ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്ക് കേൾക്കാം. ഖുർആൻ പറയുന്നു, വമൻ യുതഇല്ലാഹ. ആരെങ്കിലും അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ, ഒരു റസൂല റസൂലിനെ, അള്ളാഹുവിനനുസരിക്കുക പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച്, അപ്പോഴല്ലേ അള്ളാഹിനനുസരിക്കുക. അപ്പം അള്ളാഹുവിനനുസരിച്ചും റസൂലിനനുസരിച്ചും ആരെങ്കിലും ജീവിച്ചാൽ
ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആരാണവർ? മിനൻ നബിയീൻ, അമ്പിയാക്കന്മാർ, വസിദ്ദീഖീൻ, സിദ്ദീഖീങ്ങൾ അഥവാ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ആദ്യം കടന്നു വന്ന സിദ്ദീഖീങ്ങൾ, വശുഹദാ, അള്ളാന്റെ ദീനിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ശോതാക്കന്മാരുടെ കൂടെ, വസ്വാലിഹീൻ, സൽക്കർമ്മനിരതമായി ജീവിച്ച നല്ല മനുഷ്യരുടെ കൂടെ. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ഇവരുടെ കൂടെ സ്വർഗത്തിലേറാൻ കഴിയുക എന്നത് വഹസുന ഉലൈക റഫീഖ, ഏറ്റവും മനോഹരമായ കൂട്ടുകാരാണത്. ആ കൂട്ടുകാരുടെ കൂടെ സ്വർഗത്തിലെത്തണം. അതാണ് വിശ്വാസികളുടെ ആഗ്രഹം. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം നമുക്കൊന്ന് കേൾക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വല്ലാതെ ദുഃഖിതനായി മദീനത്തെ പള്ളിയിലിരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, മാലി അറാക്ക മഹ്സൂന, എന്താണ് ഇത്രമാത്രം നിങ്ങൾ ദുഃഖിതനായി ഇരിക്കുന്നതിന് കാരണം? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സംസാരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പല കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്നു. ഞാനും നിങ്ങളും മരിച്ചാൽ പിന്നെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല, പിന്നെ എനിക്ക് നിങ്ങളുടെ ചാരത്തിരിക്കാൻ കഴിയില്ല, പിന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ എന്തായിരുന്നാലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലായിരിക്കും. എൻ്റെ കാര്യമോ ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊരു തീരുമാനവും ഇല്ല, അറിയില്ല. അതുകൊണ്ട് ഇനി നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖം കൊണ്ടാണ് ഞാൻ ദുഃഖിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. നബി പരിഹാരം പറയാൻ നബി അല്പസമയം താമസിച്ചു. ആ സമയത്താണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്ത് നിസായിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ആയത്ത് മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കുന്നു. അപ്പം എന്ത് മനസ്സിലായി? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ, ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ വശുഹദാ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശോതാക്കന്മാരുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ നാളെ സ്വർഗത്തിലെത്താം. അതിനുള്ള മറുപടിയാണ്. അപ്പം സൗബാൻ റളിയല്ലാഹു അൻഹു വേദനിക്കേണ്ട, ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ ദുഃഖിക്കേണ്ട, സ്വർഗത്തിലെത്താൻ വഴികളാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ചര്യയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകളെക്കാൾ നബി പഠിപ്പിക്കാത്ത ചര്യകളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഏറെയുള്ളത് നമുക്കറിയാം. ഇപ്പോൾ റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹ് പറയുക എന്ന നിലക്ക് മൗലിദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അത്. അപ്പം എന്തുകൊണ്ട് നമ്മൾ സലഫികളായ ആളുകൾ എന്തുകൊണ്ടാണ് മൗലിദ് ആഘോഷിക്കാത്തത്? നമുക്കതിന് നമ്മളെന്താ ആഘോഷിക്കുന്നതിന് നമുക്ക് പിടിവാശിയുണ്ടോ? വല്ല പ്രതിഫലവും കിട്ടുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ മുൻപന്തിയിൽ സലഫികൾ ഉണ്ടാവും. നേരെ മറിച്ച് ശിക്ഷ കിട്ടുന്ന കാര്യങ്ങൾ, നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ശിക്ഷയാണ്. നമുക്കറിയാം. ഞാനിപ്പോൾ ഈ മിമ്പറുടെ ആമുഖമായി പറഞ്ഞ നബിയുടെ ചര്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, നബിയുടെ മരണശേഷം പുതുതായി ദീനിലുണ്ടാക്കുന്നതെല്ലാം ബിദ്അത്താണ്, നൂതനമായ കാര്യങ്ങളാണ്. അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ, കുല്ലു മുഹ്ദസത്തിൻ വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ദീനിന്റെ പേരിൽ പടച്ചുണ്ടാക്കുന്ന ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് മൗലിദ് ആഘോഷിക്കാത്തത്. നരകത്തിലെത്തും. നിസ്സാരമായ കാര്യമല്ല, ശാഖാപരമോ നിസ്സാരപരമായ കാര്യങ്ങളല്ല ഇത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് സൗബാൻ റളിയല്ലാഹു അൻഹു വേദനിച്ചത്, നബിയുടെ കൂടെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. അല്ലേ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് തൗബയിൽ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, കുൽ, നബിയെ പറഞ്ഞേക്കൂ, മുസ്ലിങ്ങളോട് പറയണം, ഇൻകാന ആബാവുക്കും വ അബ്നാവുക്കും, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരെക്കാൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണയും തുണയേക്കാൾ, ഭാര്യാഭർത്താക്കന്മാരെക്കാൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബത്തെക്കാൾ, വ അംവാലു നിക്തറഫ്തുമൂഹ, നിങ്ങൾ കട്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന മുതലിനേക്കാൾ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ
ലാഭം കിട്ടുമോ നഷ്ടം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കച്ചവടത്തെക്കാൾ മസാക്കിന് തെറലൗന നിങ്ങൾ ഏറ്റവും തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകളേക്കാൾ അഹബ്ബയിലേക്കും മിനല്ലാഹി റസൂലി നിങ്ങൾ അതിനേക്കാളൊക്കെ അധികം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കണം. ഇപ്പറഞ്ഞ മുതലിനേക്കാളൊക്കെ കുടുംബത്തെക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കണമാരെ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും നബിയെയും. അല്ലെങ്കിലോ അത് ചെയ്തില്ലെങ്കിലോ ജിഹാദിൻ ഫീ സബീലി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാം. അധർമ്മം നടക്കുന്നിടത്താണ് ജിഹാദ്. ഇപ്പം നമ്മൾക്ക് എന്തില്ല, യുദ്ധത്തിന്റെ സാഹചര്യമല്ല ജിഹാദ്. ഇപ്പം എന്താ ഉള്ളത്? ഇസ്ലാം പഠിപ്പിക്കാത്ത അധർമ്മങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ പോരാടണം. അതിനേക്കാളൊക്കെ വലുതായിട്ട് നിങ്ങൾ അള്ളാഹുവിനും റസൂലിനേക്കാളൊക്കെ വലുതായി നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കച്ചവടവും ഇതൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി അള്ളാഹുവിന്റെ ഒരു കൽപ്പന നിങ്ങളുടെ നേരെ വരും. അത് ഇഹത്തിലും പരത്തിലുമുള്ള ശിക്ഷയാണ്. ഇതിന് പ്രാധാന്യം കൊടുത്താൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ മുതലുണ്ടാക്കാൻ ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ. അതൊക്കെ ആരെങ്കിലും എന്തേ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോണില്ലല്ലോ. അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ നിൽക്കാൻ പാടില്ല. കാരണം അവരെ തിരുത്തണം. അവർ വഴികേടിലേക്ക് പോകുമ്പോൾ അവരെ തിരുത്തേണ്ട ബാധ്യതക്കാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇരുതല മൂർച്ചയുള്ള വാളുമായി ആളുകളെ പിന്നാലെ ഓടലല്ല ജിഹാദ്. അതിന് പുറമെ നമ്മളുടെ കുടുംബത്തിൽ അധർമ്മം നടക്കുമ്പോൾ, എൻ്റെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അധർമ്മം നടക്കുമ്പോൾ അതിനെതിരെ പോരാടണം. എൻ്റെ സമൂഹത്തിൽ തിന്മകൾ നടക്കുമ്പോൾ അതിനെതിരെ പോരാടണം. അതൊക്കെ നിർത്തിവെച്ചിട്ട് കച്ചവടവും ഭാര്യയും മക്കളും കുടുംബവും മണിമേടകളുമൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമെങ്കിൽ, സ്നേഹമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ഇഹത്തിലും പരത്തിലും അല്ലാഹുവിന്റെ ശിക്ഷയുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാ, അങ്ങനെ ജീവിക്കുന്നവരെ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അവർ തമ്മാടികളാണ്. ആ തമ്മാടികൾ അല്ലാഹു ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയുമില്ല. അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഈ അത്തരം വിഷയങ്ങളൊക്കെ വിട്ടാ പോരെ? നമ്മളിപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുക. പക്ഷെ നമ്മളിലല്ല, നമ്മൾ ദൈവത്ത് നടത്തുമ്പം ആ ദൈവത്ത് കാലികമായി വിഷയീഭവിപ്പിക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ കുറെ കഴിയുമ്പം, ഇപ്പോൾ നമുക്കറിയാം ഈ സംഭവം ഇവിടെ ആദ്യമായി ഉണ്ടാക്കിയ ആള് ഷിയാക്കളാണ്. അതിൽ ഫറോവയുടെ ആളുകളുണ്ട്, പിന്നെ നസറാക്കളുണ്ട്, ജൂതന്മാരുണ്ട്. ഇവരാണ് ജന്മദിനം കൊണ്ടാണ് ഒരു സ്വന്തം മക്കളുടെ, ബാപ്പന്റെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ, മഹാന്മാരുടെ ഒക്കെ ജന്മദിനവും ചരമദിനവും കൊണ്ടാടുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. പക്ഷേ ഏത് തിന്മകളും ഇരുകൈ നീട്ടി വാങ്ങാൻ തയ്യാറുള്ള ഒരു ജാട സമൂഹം മുസ്ലിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ മക്കൾ ജനിച്ചാൽ ബർത്ത്ഡേ കേക്ക്, അല്ലേ, വെഡ്ഡിങ് കേക്ക്, അതൊക്കെ ഓൻ്റെ ഓളി പേരെഴുതി, കുട്ടികളെ പേരെഴുതിയതൊക്കെ കണ്ടിട്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. അപ്പൊ അവര് വിചാരിക്കും ഇതെന്തോ ഇസ്ലാമികമായ കാര്യമാണ്. ഒരിക്കലും ഇസ്ലാമായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയാം. നമ്മളിപ്പോൾ പറഞ്ഞെന്താ, നമ്മളുടെ എല്ലാ മുതലിനേക്കാളും നമ്മൾ ആരെ സ്നേഹിക്കണം? മുത്ത് റസൂലിനെ, ഹബീബായ മുത്ത് റസൂലിനെ സ്നേഹിച്ചെങ്കിൽ അപ്പൊ എങ്ങനെയാണ് ഇനി സ്നേഹിക്കേണ്ടത്? മൗലീദ് കഴിച്ചാണോ? അല്ലേ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? സ്നേഹിക്കണമെന്ന് പഠിച്ചു. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് എൻ്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരാ, ഈമാനിലേക്ക് എത്തിയില്ല, ആ വിശ്വാസം ശരിയല്ല. ഹത്താ അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിന്റെ നഫ്സിനേക്കാൾ നീ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുമ്പോൾ മാത്രമേ നീ മുഅ്മിനാവൂ. ആരോടാ പറയുന്നത്? ഖലീഫ ഉമറിലാണ്. അപ്പൊ നമുക്കെന്ത് മനസ്സിലായി? എന്താ ഇത് മനസ്സിലാകുന്നത്? ഇതൊക്കെ അങ്ങോട്ട് നിലവിളിച്ച് അങ്ങോട്ട് ബയല് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്നത്, കണ്ടോ, സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ എന്ത് വേണം? സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല, ഹത്താ അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും, ആരും വിശ്വാസിയാവില്ല. എന്ത് വേണം? മക്കളെക്കാൾ റസൂലിനെ സ്നേഹിക്കണം. എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത്? റസൂലിനെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. കേട്ടോളൂ, റസൂൽ പറയുന്നു, മൻ അഹബ്ബ സുന്നത്തി,
ഞാൻ പഠിപ്പിച്ചു തന്ന ചര്യകൾ ആര് സ്നേഹിക്കുന്നു, അതിനാര് സ്നേഹിക്കുന്നുവോ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചത്. ഒമൻ അഹബ്ബനി, ആ നിലക്ക് സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട് എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഖാനമായി ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. ഇപ്പൊ നബിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ നബിചര്യ ഉണ്ടാവണം, നബി സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ വേണ്ടത്. നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ച നിരവധി സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരാണ് മുസ്ലിങ്ങൾ, അല്ലേ? ഒരു നല്ലൊരു ശതമാനം. പക്ഷെ അറിയാതെ നാക്കാലികളെപ്പോലെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ട്, അല്ലേ? ഇപ്പോൾ 1400 കൊല്ലം മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ചര്യ മാത്രം. നമ്മൾ കിടക്കുമ്പോൾ നബി പഠിപ്പിച്ച ചര്യ എന്താ? ഒരു പ്രാർത്ഥന, അല്ലേ? ഏറ്റവും ചുരുക്കം വേണ്ടേ? വേണം. എന്താണ് ആ പ്രാർത്ഥന? അതറിയുന്നൊരു ഈ പള്ളിയിൽ വളരെ ചെറിയൊരു ശതമാനം ഉണ്ടാവും, വലിയ ശതമാനത്തിനും അറിയില്ല കേട്ടോ. അവർക്കറിയില്ല. ബിസ്മിക റബ്ബി വലഅതു ജൻബി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശരീരം ഇതാ വെച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥന നടത്തണം. അത് നബിയുള്ള സ്നേഹ, നബി പഠിപ്പിച്ച ചര്യ. ബിസ്മിക റബ്ബി വലഅതു ജൻബി വബിക അർഫഉഹു, അല്ലാഹുവേ രാവിലെ എഴുന്നേൽക്കാൻ വിധിയുണ്ടെങ്കിൽ വബിക അർഫഉഹു, നിന്റെ നാമത്തിൽ നിന്ന് ഉണരും കേട്ടോ. ഇനി ഇൻ അംസക്ത നഫ്സി, ഉറക്കത്തിൽ വെച്ചെങ്ങാനും എൻ്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഫർഹംഹ, അതിനോട് കരുണ കാണിക്കണം എൻ്റെ റൂഹിനോട്. ഇൻ അർസൽത, രാവിലെ എനിക്ക് വീണ്ടും ജീവൻ തന്നെ വിട്ടയക്കുകയാണെങ്കിലോ എന്ത് ചെയ്യണം? ഫർഹംഹ, അതിനോട് കരുണ കാണിക്കണം. പിന്നെ ഇൻ അർസൽഹ ഫഹ്ഫദ്ഹ, അതിന് നീ സംരക്ഷിക്കണം, എൻ്റെ ആത്മാവിനെ നീ സംരക്ഷിക്കണം വഴികേടിൽ നിന്ന്. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ നേരത്തെ പറഞ്ഞ അമ്പിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, ശോതാക്കന്മാരൊക്കെ നടന്ന ആ വഴിയിലൂടെ ജീവിക്കാൻ നേരം വെളുത്താൽ നീ എനിക്ക് അവസരം തരണം. ഇതാണ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന 1400 കൊല്ലം മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇന്നും നമ്മൾ ആ പ്രാർത്ഥന നിർവഹിക്കുന്നു, അല്ലേ? ഈ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് കിടന്നാലോ നമുക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം നേരം പുലരുവോളം കേട്ടോ. അതൊക്കെ നമുക്കിതിന്റെ പ്രതിഫലങ്ങളാണ്. നേരെ മറിച്ച് മൗലീദ് ഇല്ല, എന്ന പ്രതിഫലം ഒരു ഹദീസിലും ഇല്ല, ഒരു കിതാബിലും ഇല്ല, ഒരു ഖുർആനിലും ഇല്ല, ആയത്തിലും ഇല്ല, എവിടെയില്ല. അതിന്റെ കാരണം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം ഇന്ന് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു. പൂർത്തിയായി. ഇനി അതിലേക്കൊന്നും വെക്കാൻ പാടില്ല, വെച്ചാൽ അധികമാവും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ഇസ്ലാം ആകുന്ന അനുഗ്രഹത്തെ. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാം ദീനിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇനി അതിലേക്കൊന്നും വരാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്താ. ഈ ആയത്ത് ഇറങ്ങിയിട്ട് 630 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ മൗലീദ് എന്ന് പറയുന്ന ഈ സമ്പ്രദായം മുളഫർ രാജാവ് ഉണ്ടാക്കുന്നത്. ഹിർബൽ ഭരിച്ച മുളഫർ എന്ന് പറയുന്ന മലിക്ക് രാജാവ് ഉണ്ടാക്കുന്നത്. ഈ ആയത്തിറങ്ങിയിട്ട് 630 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന ആളാണ്. ഇപ്പം ഉസ്താദന്മാർ പറയാണ്, നമ്മളെ പുരോഹിതന്മാർ, വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്. എന്തിന് തെളിവുണ്ടെന്ന്? ഖുർആന്റെ അവസാനത്തെ ആയത്തും അവതരിപ്പിച്ചിട്ട് 630 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വന്ന ആള് ഉണ്ടാക്കിയ മൗലീദിന് ഖുർആനിൽ തെളിവുണ്ട്. അങ്ങനെ പിന്നെ പറയുന്ന ഖുർആൻ തന്നെ മൗലൂദാണ്. എന്താ കാരണം? ഖുർആനിൽ ഇബ്രാഹിം നബിന്റെ പേരുണ്ട്, മൂസാ നബിന്റെ പേരുണ്ട്, ഈസാ നബിന്റെ പേരുണ്ട്, ഇദ്രീസ് നബിന്റെ പേരുണ്ട്. ഇതൊക്കെ മൗലൂദാണ്, അല്ലാഹ് ഓതിയ മൗലൂദാണ് കേട്ടോ. എന്താ അതിനൊക്കെ പറയാ? അപ്പൊ നമുക്ക് ആ വിഷയം ഒന്ന് പഠിക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് നമ്മളുടെ സ്വർഗം കരസ്ഥമാക്കുക. മുത്തുനബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ റബീഉൽ അവ്വൽ മാസത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിനേന ഉറങ്ങുന്നില്ലേ, ദിനേന കിടക്കുന്നില്ലേ, ദിനേന ഉണരുന്നില്ലേ. ഉണരുമ്പോൾ എന്താ പറയല്? കുറെ ആളുകൾക്ക് അറിയാം, കുറെ ആളുകൾക്ക് അറിയില്ല. എന്നാ അത് പഠിക്കണം. അറിയാത്ത അവിടെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് എഴുന്നേൽക്കുമ്പോഴേ സർവസ്തുതിയും അല്ലാഹുവിന, അല്ലദീ അഹ്യാന, നമ്മെ ജീവിപ്പിച്ച, ബഅദമാ അമാതന, മരിപ്പിച്ച ശേഷം, ഉറക്കമാകുന്ന യാതൊരു ഭൗതിക ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കിടന്നുറങ്ങാൻ അവസരം നൽകി ഉണർത്തിയ അല്ലാഹുവേ നിനക്കാണ് സ്തുതി. ഇനിയോ
ഇലൈഹിൻ നുഷൂർ, അവസാനത്തെ മടക്കം നിന്നിലേക്കാണ്, നിന്റെ അവസാനത്തെ കണ്ണടക്കൽ നിന്നിലേക്കാണ്. അപ്പൊ എന്നും ഉണരുമ്പോൾ മരണത്തോർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ച ഈ ചര്യകളൊക്കെ ജീവിതത്തിൽ പകർത്തണം. ഇനി നമ്മൾ എഴുന്നേറ്റ് എന്ത് ചെയ്യും? ബാത്റൂമിലേക്ക് പോകും അല്ലേ? ബാത്റൂമിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണ്ടേ? വേണം. നേരെ മൃഗങ്ങളൊക്കെ ബാത്റൂമിൽ പോയി മലവിസർജനം നടത്തുന്നത് പോലെ മുസ്ലിമിന് നടത്താൻ പറ്റില്ല. പറ്റുമോ? അപ്പം എന്ത് വേണം? പഠിക്കണം. അതെന്താണ്? അത് നബിനെ സ്നേഹിച്ചവർക്ക് കഴിയുള്ളൂ. നബിനെ സ്നേഹിക്കാത്തവന് നേരെ അങ്ങോട്ട് പായും, ടൗസറുണ്ടായി കഴിക്കുന്നതിൻ്റെ ഉള്ളിൽ കയറും. അല്ലാണ്ട് ഓൽക്കോലെ പണി നടത്തിയാൽ മതി. താൽക്കാലികമായി ഒന്ന് അപ്പിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്, ഒന്ന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം. പക്ഷേ മുസ്ലിമായൊരു മനുഷ്യൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച് സ്നേഹിക്കുന്ന, നബിനെ സ്നേഹിക്കുന്ന ആള് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേ വല്ലാത്ത സുന്നത്തുകളൊക്കെ എടുത്താൽ കയറും അല്ലേ? കാല് വെക്കുന്നിടത്ത് ശ്രദ്ധിക്കണം അല്ലേ? ഇടത് കാല് വെക്കണം, പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാല് വലത് കാല് വെച്ച് പുറത്തേക്ക് വരണം. ഇതൊക്കെ നബി പഠിപ്പിച്ചാ, ഇതൊക്കെ നബിചര്യ. അതിന്റെ കൂടെ അങ്ങോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കും. ഇത് നബിചര്യ. ചിലവർ അവിടെ ഒക്കെ ഒട്ടിക്കും പ്രാർത്ഥന. എന്നിട്ട് ആർക്ക് പ്രാർത്ഥിക്കാൻ? ഇബ്ലീസിന്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്കിത് അറിയില്ല, ഞാൻ പഠിക്കൂല. നബിചര്യ എനിക്ക് വേണ്ട. ഞാൻ മുത്തുനബിന്റെ മൗലൂദ് നടത്തും. അതിന് ചോറ് വെക്കുക, ബിരിയാണി വെക്കുക, എന്നിട്ട് അവിടെ തൈര് കൂട്, ഇവിടെ അച്ചാറ് കൂട്, അപ്പുറത്ത് നെയ്ച്ചോറ് കൂട്, ഇവർക്ക് കോഴി കൂട്, എന്നിട്ട് കുറെ ആൾക്കാർ മടുക്കുത്തും കുത്തി നടക്കുക. ഇവരാ നബീനെ സ്നേഹിക്കണമല്ലോ. കുറെ ആപ്പിളും കുറെ പായസവും ഇതൊക്കെ കിതാബിലുണ്ടെന്നാ പറയാ. ഏത് കിതാബില്? ഓല വായ കിതാബില്. അല്ലാണ്ട് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തില്ല. നമുക്ക് കേൾക്കാം ഉണ്ടോ ഇല്ലേന്ന് കേട്ടോ. അപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്തു? ബാത്റൂമിൽ കയറി പ്രാർത്ഥിച്ചു അല്ലേ? അപ്പൊ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. എല്ലാ പിശാചുക്കളുടെയും ഷർറിൽ നിന്ന് അള്ളാഹുവെ രക്ഷിക്കണം. എന്താ കാരണം? ബാത്റൂമിൽ കയറിയിട്ടാണ് നമ്മളൊക്കെ കേടുവന്നത്. ഒരുവിധം യുവാക്കൾ കേടുവരുന്ന സ്ഥലം ബാത്റൂമാണ്. അവിടെ ആൺപിശാചും പെൺപിശാചും ഉണ്ടാവില്ലേ? പലതരം തിന്മകളും ബാത്റൂം എന്നാ ചെയ്യുക. ചെറുപ്പക്കാർ പഠിക്കല് അല്ലേ? അത് ശീലായ വയസ്സനോ ഓന് പിന്നെ നോക്കൂ എന്നുള്ള വയ്യുണ്ടോന്ന് അവിടെ കുത്തുന്ന ആലോചിക്കുക. ഇനി അതൊന്നുമില്ല നിൽക്കുക. ബാത്റൂമിൽ ചെന്നിട്ട് എന്താ ചെയ്യുക? സാലിയായമാലല്ല, മറ്റോനെങ്ങനെ പറ്റിക്കണം, ഇവൻ എങ്ങനെ വഞ്ചിക്കണം, എങ്ങനെ സാധനം വെക്കണം, അതിന് അമിതമായ ലാഭം എങ്ങനെ ഉണ്ടാക്കുക, ഈ പ്ലാനൊക്കെ പദ്ധതികളൊക്കെ മൂപ്പരിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുക. അതിൻ്റെ ഇടയിൽ അള്ള ചെയ്തു തന്ന അനുഗ്രഹം കൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇവിടൊക്കെയാണ് നബിന്റെ ചര്യ പാലിക്കേണ്ടത് അല്ലേ? ഇനിയോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു അല്ലേ? ഏറ്റവും ചുരുക്കം ഗുഫ്റാനക്കല്ല, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു കൊണ്ട. എന്താ കാരണം? നന്ദി പറയാൻ വാക്കില്ലാത്തോണ്ടാ. ഈ ചെയ്തു തന്ന അനുഗ്രഹത്തിന് മലവിസർജനം നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ അള്ള ചെയ്തു തന്ന അനുഗ്രഹം. അതില്ലാണ്ടായ എടുത്തു കെടുത്ത അല്ലേ? വേഗം എടുത്തെത്തിക്കൂടെ? ഒരാൾക്ക് മലമൂത്ര വിസർജനം ഇല്ലാണ്ടായി, ഒരു 10 ദിവസം ഇല്ലാണ്ടായ അവനെ വേഗം കെടുത്ത കണ്ണടച്ചു കൊടുക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ മരണത്തിനോട് അടുത്താൽ ഉണ്ടാവുന്ന അവസ്ഥ മലമൂത്ര വിസർജനമൊക്കെ അവിടെ നിൽക്കും. അപ്പോഴതിൻ്റെ വില അറിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പടച്ചോനെ പുറത്തു കൊണ്ട ഏറ്റവും ചുരുക്കം ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനകൾ പലതുണ്ട്, ഒരു ഏറ്റവും ചുരുക്കമുള്ള പ്രാർത്ഥന എന്തൊക്കെ നബിചര്യയാണ്. ഈ നബിചര്യയൊക്കെ സ്നേഹിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി പറഞ്ഞത്, മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ ആര് സ്നേഹിച്ചുവോ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. വമൻ അഹബ്ബനി കാനമായി ഫിൽ ജന്ന, എന്നെ ആ നിലക്ക് എന്റെ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട് എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ കാനമായി ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിലെത്താനുള്ള വഴിയാണ് നബി പഠിപ്പിച്ചു തന്ന അല്ലേ? ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കയറിയപ്പോൾ എന്തായത്? പ്രാർത്ഥിച്ചോ? ചിലർക്കൊക്കെ അറിയും, ചിലർ പ്രാർത്ഥിക്കും, ചിലർ പ്രാർത്ഥിക്കില്ല. എന്താ കാരണം? ഇതിപ്പോ എന്നും പ്രാർത്ഥിക്കണം, എല്ലാ നേരം പ്രാർത്ഥിക്കണം, പള്ളിയിൽ കയറും മുഴുവൻ പ്രാർത്ഥിക്കണം, അങ്ങനെ ചോദിക്കും അല്ലേ? അല്ലാഹുമ്മ ഇഫ്തഹ്ലി മിൻ അബ്വാബ് റഹ്മത്തിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നുകൊണ്ട. ഏതാണ് ആ കവാടം? ഈ ഹിദായത്ത് നിലനിൽക്കാൻ, ഈ പ്രാർത്ഥനകളും നബിചര്യകളും ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പാർത്താൻ ആ സൗകര്യം, ആ ഫൗല് പഠിച്ചവനെ തുറന്നുകൊണ്ടാണ്. അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ് റഹ്മത്തിക അല്ലേ? പറയില്ലേ ഇല്ലേ? പക്ഷെ പറയുന്നവരുണ്ടാവും. ഈ കയറിയോലെല്ലാവരും ഇങ്ങനെ കയറിയോലുണ്ടാവും. ഓട്ടോറിക്ഷ കയറുമ്പോഴോ അപ്പോഴും വേണല്ലോ പ്രാർത്ഥന അല്ലേ? വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കല്ലേ? ചിലവർ വാഹനത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കൂല, ആ പ്രാർത്ഥന കെട്ടിത്തൂക്കും ആ കണ്ണാടിമേൽ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലേ? അതേതാ പ്രാർത്ഥന? നമ്മൾ വാഹനത്തിൽ കയറിയാൽ
നമ്മൾ പ്രാർത്ഥിക്കില്ലേ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഉണ്ടോ നബിചര്യ? ഇതൊന്നും മുസ്ലിങ്ങൾക്ക് അറിയില്ല. മുസ്ലിങ്ങൾ വാഹനം വാങ്ങുന്നുണ്ട്, വാഹനത്തിൽ കയറുന്നുണ്ട്, അങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി നിങ്ങൾ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, പടച്ചോനെ ഈ വാഹനം എനിക്ക് സൗകര്യം ചെയ്തു തന്ന, കീഴ്പ്പെടുത്തുന്ന അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, അല്ലാഹുവേ ഈ വാഹനം വിചാരിക്കുന്നിടത്ത് എത്തിക്കാനുള്ള കഴിവ് പടച്ചോനെ ഞങ്ങൾക്കില്ല. എന്താ പ്രാർത്ഥന അല്ലേ? എത്ര ആളുകളാണ് റോട്ടിൽ പുറത്തേക്കാണ്ട് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ, 15ാമത്തെ മിനിറ്റിൽ അതാ വരുന്നു, ബാപ്പന്റെ മയ്യത്ത് റോട്ടിൽ പായിട്ട് മൂടിയിട്ടിരിക്കുന്നു അല്ലേ? കേൾക്കില്ലേ? എത്ര ആളുകൾ കണ്ടു? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹ്, പടച്ചോനെ അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പൊ വരാൻ മടങ്ങിട്ട്. അപ്പോ ഇലൈഹിൻ നുശൂർ, മടക്കം നിങ്ങളിലേക്ക്. അപ്പൊ കയറുമ്പോ തന്നെ ആലോചിക്കുന്നുണ്ട് മടക്കം, ഇന്നെ മരിക്കാം, ഈ വാഹനം ഉദ്ദേശിക്കുന്നിടത്ത് എത്തിക്കൊള്ളുന്നില്ല. അത്ര വ്യവസ്ഥാപിതമായുള്ള നബിചര്യകളുള്ള സമൂഹമാണ് നമ്മൾ. പക്ഷെ ഇതൊക്കെ നിർത്തിവെച്ചിട്ട് ആളുകൾ പഠിക്കുന്ന എന്താ പറയുക? മൗലീദ. അത്ഭുത. എന്താണ് മൗലൂദിൽ പറഞ്ഞറിയോ? അത്ഭുത. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷറഫുൽ അനാം മൗലീദ്, ജാല മുഹമ്മദ് അല്ലേ? മൗലീദ് 300 ചെല്ലാൻ വകണ്ട്, അതിനായിട്ടൊരു ബുക്കുണ്ട്. 300 ചെല്ലാൻ വക. ഖുർആൻ ഒരു വകയുള്ളൂ അല്ലേ? മൗലീദ് 300 ചെല്ലാൻ വകയാ. അതെന്താ? ഓരോ മൗലൂദ് ഓരോ പേരില്ല. അപ്പൊ എന്താ പറയുന്ന അറിയോ? നബിയെ പറ്റി പറയാം. നമ്മൾ പഠിക്കുന്നെന്താ? ലോകത്തെ എത്ര തെറ്റ് ചെയ്താലും അല്ല പറയാം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് എണ്ണവും വണ്ണവുമില്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്ത മഹാപാപികളായ മനുഷ്യരെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാന്റെ കാരുണ്യം, ഈ തെറ്റുകൾ നിറഞ്ഞ നിങ്ങളോട് അള്ളാന്റെ കാരുണ്യം അല്ലാഹു എടുത്തുകളിയില്ല, നിങ്ങൾ നിരാശരാവണ്ട. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപവും അല്ല പുറത്തു തരാം എന്ന് അല്ലാഹ്. നമ്മളോ മൗലൂദിൽ എന്താ പറഞ്ഞത് അറിയോ? ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫിഹി യാ സയ്യിദി ഖൈറൻ നബി. ഇതിന്റെ അർത്ഥം എന്താ? അർത്ഥം അറിഞ്ഞോളില്ല. അർത്ഥം അറിയുമ്പോഴാണ് ചെവിക്കുന്നി പിടിച്ച് പുറത്താക്കുക. ഇർതകബ്തു, ഞാൻ കയറിയിരിക്കുന്നു, അലൽ ഖത, ഖത എന്ന പാപം, നിരവധി പാപത്തിൽ കയറിയ ആളാ ഞാൻ. അങ്ങനെ നിരവധി പാപങ്ങൾ കയറിയിരിക്കുക. അങ്ങോട്ട് ഇറങ്ങിയാൽ പോരെ? അല്ലല്ല പറഞ്ഞിറങ്ങാൻ, ഇബലൈമ കയറി കുത്തിരിക്കുക. എണ്ണാനോ അതിന്റെ വണ്ണമോ അറിയില്ല, അത്രമാത്രം അക്കമ്മടുത്തുണ്ടാവും. അത് ശരിയാ. അതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ലേക്ക അഷ്കു ഫിഹിയ, ലക്ക മുഹമ്മദ് നബിയെ താങ്കളോട്, അഷ്കു ഞാൻ എന്താ പരാതി പറയുന്നു, വേവലാതി പറയാണ്. സയ്യിദി ഖൈറൻ നബി, ഉത്തമരായ നബിയെ, ഇതാണ് അതിന്റെ അർത്ഥം. അതിന് ഒരു അർത്ഥം ഇവരെന്നെ എഴുതിണ്ടാക്കിയിട്ടുണ്ട്. കുറ്റാമെന്ന വാഹനമിൽ അറ്റാമില്ല ഞാൻ കേറി, തങ്ങളോടന്യായമാം സയ്യിദി ഖൈറൻ നബി. മലയാളത്തിൽ എഴുതിയ ഒരു അതും പാടുക. അപ്പൊ എന്തുണ്ടാവും? ഇതൊക്കെ കഴിഞ്ഞിട്ടോ നല്ല അത്ഭുതം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് ഇങ്ങനെയല്ലോ, നമ്മളെ കോഴിക്കോട് പ്രദേശങ്ങളിലൊക്കെ 2 കൂട്ടിലുണ്ടാക്കിയാണ് പേർക്കൊക്കെ. അതിൽ ഒന്നിൽ മൊയ്ലിയമാർ കയറും, ഒരു കൂട്ടം മൊയ്ലിയർ, മറ്റേ കൂട്ടുമ്പോൾ വേറൊരു കൂട്ടം മൊയ്ലിയർ കയറും. ഇത് രണ്ടും കൂടിയും ഇവിടുന്ന് ഇപ്പൊ ചോദിച്ചാൽ ആരോടാ? മുഹമ്മദ് നബിയോട്. ഞാൻ ഒരുപാട് തെറ്റിയതെന്ന്, അതുകൊണ്ട് നിങ്ങളോട് പരാതി പറയാം. അപ്പോഴോ മറ്റേ കൂട്ടുമെന്ന്, അതല്ല ഞാൻ അങ്ങോട്ടില്ല, ഞാൻ നബിനോടില്ല. എന്താ ഞാൻ പറയാൻ പോകുന്നത്? ഹസ്ബി റബ്ബി ജല്ലല്ലാ, മറ്റേ കൂട്ടുമെന്ന്. എന്റെ അർത്ഥം എന്താ? ഹസ്ബി റബ്ബി, എനിക്ക് എന്റെ റബ്ബ് മതി, ജല്ലല്ല ഉന്നതനായ അല്ല മതി എനിക്ക്. മാഫി കൽബി ഗൈറുള്ള, എന്റെ കൽബിലെല്ലാം അല്ലല്ലാണ്ട് വേറെ ആരുമില്ല. എന്നുണ്ട് മാഫി കൽബി, എന്റെ കൽബിലില്ല ഗൈറുള്ള, അല്ലല്ലാണ്ട് വേറെ ആരും ഉണ്ടോ? ഒരു കൂട്ടുമെന്ന് നബിനോട്, മറ്റേ കൂട്ടുമെന്ന് ഞാനില്ല, അങ്ങോട്ടില്ല, ഞാൻ അല്ലാക്ക. എന്താ കാരണം? ഹക്ക്, ഇതിന്റെ സത്യം കേട്ടോ മറ്റവനോട്, മറ്റേ കൂട്ടുമെന്ന് വലിയവനോട്. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല മോനെ, മോമിനോടൊന്നും പറയണ്ട, തമ്മിത്തെല്ലാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ.
അതിൻ്റെ ഇടയിൽ നബിയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് സുബ്ഹാന മൗലിദൊക്കെ കേട്ടോ. അവിടെ എന്താ പറഞ്ഞാലോ, എല്ലാ പാപങ്ങളും കൃത്യമായി ചെയ്ത മഹാപാപികളെ വന്നോളൂ, ഒരു ഭയവും വേണ്ട, 100 ആളുകളെ കൊന്നാൽ പോലും അള്ളാഹു മാപ്പ് തരാം. അത് നിങ്ങൾ കൊല്ലാൻ പറഞ്ഞാലോ കേട്ടോ. അത്രയും പാപം ചെയ്താലും അള്ളാഹു പാപം പൊറുക്കാൻ തയ്യാറാണ്. അത്രയും പാപം പൊറുക്കുന്ന അള്ളാഹുവിനോട് പറയുന്നതിന് പകരം മോമിനോടാ പറഞ്ഞു. നബിനോട് നേരിട്ട് പറയുന്നത് അൻത ഗഫാറുൽ ഖതായ ലിദുനൂബിൽ മുബീഖാതി. ഇത് ചൊല്ലിയൊരു പേരിൽ ഉണ്ടാവും, പോലെ അതിന് അർത്ഥം അറിഞ്ഞോളില്ല. അൻത ഗഫാർ, നിങ്ങൾ. അൻതാറിന് അറിയാത്തൊരു പാടുണ്ടാവല്ലോ, ഗൾഫിൽ പോയാലൊക്കെ ഇൻതാന്ന് കേൾക്കല്ലേ, സൂക്ഷ്മിക്ക് ഇൻത അല്ലേ, അങ്ങനല്ലേ. പേരെന്താണല്ലേ, എൻ്റെ പേരെന്താണല്ലേ, അറബി ചോദിക്കുമല്ല, ഇൻതാണ്, അൻത ഉണ്ടാവില്ല. അൻത ഗഫാർ, ഗഫൂർ പറഞ്ഞാൽ അറിയില്ലേ, ഗഫാർ എന്ന് പറഞ്ഞാലോ ഏറെ പാപം പൊറുക്കുന്ന ആളാണ്. അൽ ഖത്തായ, പാപങ്ങൾ. അൻത ഗഫാറുൽ ഖത്തായ, ഏത് പാപം? ലിദുനൂബിൽ മൂബിക്കാത്ത്, അള്ള പൊറുക്കൂല എന്ന് പറഞ്ഞ ആ മൂബിക്കത്തായ മഹാപാപങ്ങളും മുഹമ്മദ് നബി പൊറുക്കും. അങ്ങനുണ്ട്. എന്നിട്ട് എന്താ പറയാറിയോ, ഇതൊക്കെ മദ്ഹാണ് നബിന്റെ. ഈ മദ്ഹ് ചെല്ലുന്നതിന് സെൽഫികൾക്ക് ഇഷ്ടല്ല. അങ്ങനുണ്ട്. എന്ത് മദ്ഹാത്? നബി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ലാ തത്റൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ മദ്ഹ് ചെയ്തതുപോലെ നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്യരുത്. ഉണ്ടോ? മദ്ഹ് ചെല്ലുന്നതിന് എന്ത് വേണം? ഉള്ളതേ പറയാവൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ സയ്യിദുന എന്ന് പറയാറുണ്ട് അല്ലെ, ചിലപ്പോൾ കേൾക്കല്ലേ, ഹംദു സ്വലാത്തിലൊക്കെ സയ്യിദുന വാല ആലി സയ്യിദുന എന്ന് കേൾക്കല്ലേ. അങ്ങനെ സയ്യിദുന ഖൈറന ഒബിന ഖൈറന എന്നൊക്കെ പറഞ്ഞിട്ട് നബിനെ വിളിച്ചു ഒരാൾ. അപ്പൊ നബി പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ പിശാചിന്റെ പ്രതിനിധികളായിട്ട് എന്നോട് സംസാരിക്കരുത്. നിങ്ങൾ പറയണം കൂലു അബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ മതി. അബ്ദുല്ലാഹി വ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ മതി. മറ്റു പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ആണോ? നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നബി തിരുത്തുക അപ്പം തന്നെ. നമ്മൾ ഇതൊക്കെ നബി ജീവിച്ചിട്ടുള്ള സമയത്താണെങ്കിലോ തച്ചി കൊല്ലാൻ ഖലീഫമാരെ ഏൽപ്പിക്കും. ഇത് ചൊല്ലണ പോലെ. നബി ഹയാത്തില്ലാത്തതുകൊണ്ട് സുഖമായി, എന്തും ചെല്ലാലോ. നബിനെ പറ്റി ഇങ്ങോട്ട് പറഞ്ഞുകൂടുക. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നബിചര്യയെ പിൻപറ്റണം. വിശുദ്ധ ഖുർആൻ ചര്യയും പിൻപറ്റിക്കൊണ്ട് മരണം വരെ ഒരു നിലക്കുള്ള പിശാചിന്റെ വലയിലും പെടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക. ഇനി പുരോഹിതന്മാർ പറയാണ്, ഈ മൗലൂദ് ന്യായീകരിക്കാണ്, അള്ളാഹു മുസ്ലിങ്ങൾക്ക് 3 ഈദ് നൽകിയിട്ടുണ്ട്. 2 ഈദ് നമുക്കറിയാം അല്ലെ, അതേതാ? ഒന്ന് ഈദുൽ അദ്ഹ, മറ്റൊന്ന് ഈദുൽ ഫിത്തർ അല്ലെ. വിശുദ്ധ റമളാനിലെ 30 ദിവസത്തെ നോമ്പിന് ശേഷം വരുന്ന പെരുന്നാൾ. ഇനിയോ ഈദ് മീലാദ് റസൂലുള്ള, 3ാമത്തത് നബിന്റെ ജന്മ ആഘോഷം. അതാണ് 3ാമത്തെ ആഘോഷം. എന്നാൽ എന്താ പറഞ്ഞറിയോ? ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട്. അങ്ങനെയുണ്ട്. ലൈലത്തുൽ ഖദറിനെ പറ്റി എന്താ പറഞ്ഞത് ഖുർആൻ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ദിവസമാണ് എന്ത്? ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു വിശുദ്ധ. എന്നാൽ ഒരൊറ്റ ആയത്തോ അല്ലെ ഒരു ഹദീസോ പറയട്ടെ, ഒരു ഇത്രയും 23 കൊല്ലക്കാലം ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരോ നബിയോ ഒരു വരി പോലും ഈ റബീഉൽ അവ്വൽ നബി ജനിച്ച ദിവസമാണ് എന്നുള്ളത് കൊണ്ട് ചെയ്തിട്ടില്ല. ഇനി പോട്ടെ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുണ്ടല്ലോ, നിങ്ങളൊന്നും നാട്ടിലോ വീട്ടിലോ പോയി ചോദിക്കുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചെല്ലിയ മൗലിദ് അതാണ്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇവരൊക്കെ ചെയ്ത അയിമത്തുൽ അർബഅത്ത് പരിചയമില്ല ഈ മൗലൂദൊന്നും. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. പിന്നെ എങ്ങനെ വന്നു? അവിടെ നമ്മളെ വിഷയം. ഇത് പിന്നെ വന്നത് എവിടെ നിന്ന് അറിയോ? ഇത് വന്നത് ഇന്ന അമലൽ മൗലിദി, ഇമാം സഹാവി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ പറയാണ്, ഇആനത്തു താലിബീൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, ഇന്ന അമലൽ മൗലിദി ഹദസ, മൗലിദ് കഴിക്കുന്ന ആഘോഷം ഉണ്ടാക്കുന്ന സമ്പ്രദായം ഹദസ പുതുതായി ഉണ്ടായതാണ്. ബൈദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷം. അങ്ങനെ 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാക്കിയതാണ്. ഹദസ ബൈദൽ ഖുറൂനി സലാസ വ അവ്വലു മൻ ഹദസ ഫീലു ദാലിക, അത് ആദ്യമായി പ്രവർത്തിച്ചത് സാഹിബ് ഇർബൽ മലിക്കുൽ മുലഫർ, ഇർബൽ മുലഫർ രാജാവാണ് ഇർബലിലെ. അതാണ് അദ്ദേഹം ആദ്യം ഉണ്ടാക്കിയത്. അപ്പോ അതിപ്പോ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ അവർ തന്നെ എഴുതി വെച്ച കവിതകളുണ്ട് അല്ലേ. ആ കവിതയിലും പറയുന്നത് എന്താ? ഇത് നബിന്റെ കാലത്ത് ഇല്ലാന്നാ.
ഇത് തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാറിൻ്റെ ഒരാളുണ്ട്. അദ്ദേഹം പറയാണ്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് ഹിജ്റ 300 ശേഷം വന്നതാ. തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ഇതൊന്നും എടുക്കൂല. കാരണം എന്താ? ഇതിന് കാരണമുണ്ട്, നമുക്ക് നോക്കാം. ഏതായാലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. എല്ലാറ്റിനെയും ഭേദിച്ചുകൊണ്ട് ധർമ്മസമരം നന്മയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിക്കൊണ്ട് ദുനിയാവിൽ നിന്ന് മരിക്കാൻ പിശാചുക്കൾ ഒരുക്കിയ ഒരുപാട് കെണികൾ വേറുണ്ട്. ഇസ്ലാമിൻ്റെ ആളുകൾക്ക് ഒരുക്കുന്ന കെണികൾ വേറെയും. ഇതിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി ഈമാനോടുകൂടി മരണയാത്ര നടത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത എല്ലാ ബിദ്അത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഈ മൗലിദ് ആഘോഷത്തെക്കുറിച്ച് മാലിക്കി പണ്ഡിതനായ ഇമാം താജുദ്ദീനുൽ ഫാക്കിയാനി, ഇമാം ഫാക്കിയാനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അദ്ദേഹം എഴുതിയ ഗ്രന്ഥമുണ്ട് അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലം, കിതാബിൻ്റെ പേര് അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലം, ലോകത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ അദ്ദേഹം പറയാം, ആര്? ഇമാം ഫാക്കിയാനി, ലാ അഅ്ലമു ലിഹാദൽ മൗലിദ്, ലാ അഅ്ലമു, എനിക്കറിയില്ല. മഹാനായ പണ്ഡിതൻ പറയാം, എനിക്കറിയില്ല. ലിഹാദൽ മൗലൂദി, ഈ മൗലൂദ് ആഘോഷത്തിന് അസ്ലൻ, ഒരടിസ്ഥാനം ഇവിടെ ഫീ കിതാബില്ല, വിശുദ്ധ ഖുർആനിൽ, വലാ സുന്ന, ഹദീസിലോ, ഖുർആനിലോ ഹദീസിലോ ഇതിന് അടിസ്ഥാനമുള്ളതായിട്ട് എനിക്കറിയില്ല. വലം യുൻകൽ അമലുഹു, ഈ പ്രവർത്തനം ഉണ്ടായിട്ടില്ല അൻ അഹദി മിനൽ ഉലമാഇൽ അഇമ്മ, 4 ഇമാമുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. ഉണ്ടോ? എങ്ങനത്തെ ഇമാമുകൾ? അല്ലദീന ഹുമുൽ ഖുദുവത്ത് ഫിദ്ദീൻ, ദീനിനെ പിന്തുടർന്ന പണ്ഡിതന്മാരായ ആളുകൾക്ക് ഉണ്ടായില്ല, സഹാബികൾക്ക് ഉണ്ടായില്ല. പോട്ടെ, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചോദിച്ചില്ല. ഇതൊന്നും ഇവർ പറയില്ലല്ലോ, നിങ്ങൾ കേട്ട് നോക്കേണ്ടി, ഒന്ന് ചോദിച്ചു നോക്കേണ്ടി. ഉണ്ടോ? പിന്നെ എന്നാൽ അൽ മുത്തമസ്സിക്കൂന ബി ആസാരി മുത്തഖദ്ദിമിൻ, മുൻഗാമികളായ ആളുകളുടെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചവരും ഇതൊന്നും ഉദ്ധരിച്ചില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, ഇത് ബിദ്അത്താണ്. അഹദസഹ, അതുണ്ടാക്കിയത് അൽ ബത്താലൂൻ, നിരർത്ഥകമായ കാര്യങ്ങൾ സമൂഹത്തോട് പറയുന്നവരാണ്. വശഹവത്തു നഫ്സ്, സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ പറയുന്നവരാണ്. മതത്തെ സ്വന്തം ഇഷ്ടപ്രകാരം, ഇതൊന്നും നമ്മൾ പറയല്ല കേട്ടോ. ഇഴ്ത്തനാ ബിഹ, ഈ കാര്യത്തിൽ പിൽക്കാലത്ത് ശ്രദ്ധ കൊടുത്തു ആര്? അൽ അക്കാലൂൻ, ശാപ്പാട്ട് രാമന്മാർ. അക്കലാറിനെ തിന്നു, അക്കാലൂൻ നല്ലോണം തിന്നുക. നിങ്ങൾ അങ്ങനെയാണല്ലോ ഇപ്പൊ ദീനിന്റെ കാര്യം അല്ലേ? ദീനിന്റെ ഒരുവിധം കാര്യം എന്താ? ദീനൊക്കെ ചെയ്യലല്ലേ? ഇപ്പൊ നിസ്കാരം കഴിക്കാൻ അറിയാൻ പറയുമോ? നിസ്കരിക്കല്ലേ? നോമ്പ് കഴിക്കാന്ന് പറയുമോ? ഇല്ല. പക്ഷെ ഇസ്ലാമില്ലാത്തൊക്കെ മൗലൂദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, അല്ലേ, സുന്നത്ത് കഴിക്കുക ഒക്കെ കഴിക്കല, ഉള്ളോട്ട് കഴിക്കുന്ന പരിപാടിയാണ്. അതാണ് മൂപ്പര് പറഞ്ഞത് എഴുത്തനാബിഹൽ അക്കാലൂൻ, ഇത് ശാപ്പാട്ട് രാമന്മാരായ ആളുകൾ ശ്രദ്ധിച്ചുണ്ടാക്കിയതാ. കാലാകാലോ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതൊക്കെ നിൽക്കണമെങ്കിലേ ഈ പള്ളിയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും കൂടി കുറച്ച് ഉസ്താദന്മാരെ കൊണ്ടുപോയ പേരിലേക്ക്, എന്നിട്ട് ചെല്ലിക്കുക. ഒന്നും കൊടുക്കണ്ട, ഫുഡും കൊടുക്കണ്ട, ഭക്ഷണവും കൊടുക്കണ്ട, നമുക്കൊക്കെ വേണ്ട ഹൈറ് അല്ലേ? അങ്ങനെ നിങ്ങൾ ഒരൊറ്റ കൊല്ലം നടത്തിയ ജോലി തന്നെ പറയത്തില്ല എന്ന്. ഇത് ഇസ്ലാമിലുള്ള, വേറൊന്നും വേണ്ട, വലിയ പ്രമാണം ഖുർആനും ഹദീസൊന്നും പഠിക്കണ്ട, വളരെ സിമ്പിളായിട്ട് നല്ല മാർഗമാണ്. പക്ഷെ ഓലികൾ വിളിക്കാൻ വരുമ്പോൾ തന്നെ മനസ്സിലാവും ചോറ് കൊടുക്കാത്ത ആൾക്കാരൊക്കെ നയാപൈസ കിട്ടൂല എന്ന് പറയാം. അപ്പോൾ വരൂല്ല. അങ്ങനെ തുടങ്ങിയാൽ എന്തായാലും വല്ലാത്തൊരു ശാപം അല്ലേ? ഒരു ഭാഗത്ത് പെണ്ണ്, വേറൊരു ഭാഗത്ത് മൊബൈല്, വേറൊരു ഭാഗത്ത് കള്ള്, വേറൊരു ഭാഗത്ത് ലഹരി, വേറൊരു ഭാഗത്ത് സ്ത്രീധനം, വേറൊരു ഭാഗത്ത് കൊലപാതകം. അങ്ങനെ 100,000 തിന്മകൾക്കിടയിൽ ഒരു തിന്മ ഇസ്ലാമിന്റെ വകയും. നഊദു ബില്ലാഹ്, അള്ളാഹ് നമ്മളെ കാക്കട്ടെ. കാരണം എന്താ അറിയോ? ഇതൊക്കെ ഇട്ടാണ്ട് പോയാലേ കുടുങ്ങിപ്പോവും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഫാക്കിയാനി പറയാ, ഇത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് മുമ്പിൽ പറഞ്ഞ,
എന്നിട്ട് അദ്ദേഹം പിന്നെ ആ കിതാബിന്റെ അവസാനം എഴുതുക, ഹാദാ ജവാബി ബൈന യദയില്ലാഹി തആല ഇൻ അൻഹു സുഇൽതു. എന്നോട് നാളെ അള്ളാഹു പരലോകത്ത് ചോദിച്ചാലും എന്റെ മറുപടി ഇതാണ്. ഹാദാ ജവാബി ബൈന യദയില്ലാഹി തആല, അള്ളാഹു തആലയുടെ മുമ്പിലും എനിക്ക് പറയാനുള്ളത് ഇതാണ്, തെളിവില്ല കേട്ടോ. അതുകൊണ്ടാണ് നബി എന്ത് പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ ആവശ്യമായതൊക്കെ ഞാൻ പഠിപ്പിച്ചു. റസൂൽ പറയാ, മാമിൻ യുഖരിബുക്കും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവത്ര കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒമാമിൻ യുബൈദുക്കും അനിന്നാർ, നിങ്ങൾ നരകത്തിൽ മോചിതരാവാൻ ആവശ്യമായത് അതും പറഞ്ഞു. ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും ബി, ഇതൊന്നും പറഞ്ഞു തരാതിരുന്നിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നബി പോയത്. 23 കൊല്ലക്കാലം ജീവിച്ച നബിയുടെ ജീവിതത്തിൽ നബിയോ സഹാബത്തോ ഒരു സമയത്ത് പോലും ഒരു മൗലിദാഘോഷം കൊണ്ടാടിയില്ല. അതിന് വല്ല പുണ്യം ഉണ്ടായില്ലോ. ആ സഹാബത്താണ് ആദ്യം ചെയ്യുക. അറിയാലോ, യുദ്ധങ്ങളിലൊക്കെ സ്വന്തം ശരീരം കൊണ്ട് 10ഉം 70ഉം അമ്പുകൾ സ്വന്തം ശരീരത്തിൽ നബിക്ക് വേണ്ടി, നബി വഹദിൽ യുദ്ധസമയത്ത് നബിനെ കാണാണ്ടായി. കുറച്ച് സമയത്ത് സഹാബത്ത് ആകെ ബേജാറായി. നബി വഹദ് യുദ്ധത്തിൽ നബി വഫാത്തായിട്ടുണ്ട് എന്നുള്ളൊരു കിംവദന്തി പടർന്നു. പല കൂടെ കൂടിയ മുനാഫിക്കുകളും വഴിപിരിഞ്ഞു. പക്ഷെ ഈമാനുള്ള ആളുകൾ നബിയെ തേടി ഇറങ്ങി. അപ്പണ്ട് നബി വഹദ് മലന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ സഹാബത്ത് വളഞ്ഞു, മനുഷ്യ ചങ്ങല തീർത്തു. അപ്പോഴാണ് നബി ആ ശത്രുക്കൾ എയ്തു വിടുന്ന അമ്പുകൾ കടന്നു വരുന്നത്. സഹാബത്ത് ഇത് അബൂദുജാനെ പോലുള്ള ആളുകളെ ശരീരം മുഴുവൻ അമ്പേറ്റ് നിൽക്കുക, സ്വന്തം കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കുക, നബീന്റെ ശരീരത്തിൽ കൊള്ളാതിരിക്കുക. അത്രമാത്രം സ്നേഹിച്ച് അവരെന്ത് ചെയ്തില്ല, മൗലിദ് നടത്തിയില്ല. ശരിക്ക് കൊത്തി വെച്ചോളി കേട്ടോ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ, ഇതെല്ലാം ചെയ്ത് വിവരക്കുറവ് കൊണ്ട് ചെയ്തുപോയി മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ എല്ലാ തിന്മകളും അള്ളാഹു അവർക്ക് മാപ്പായി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഈ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോയ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് മരണം വരെ ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.